ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം ശനിയാഴ്ച പൂർത്തിയാകുന്നതോടെ ആര് അധികാരത്തിൽ വരുമെന്ന ചർച്ചകൾ എങ്ങും സജീവമായി കഴിഞ്ഞു. അങ്കലാപ്പ് ബാക്കി നിൽക്കുമ്പോഴും അവകാശവാദങ്ങളുമായി ബിജെപിയും കോൺഗ്രസും രംഗത്തുണ്ട്. കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായ മോദി തരംഗം ഇത്തവണയില്ലെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. ബിജെപിക്കും എടുത്തു പറയാൻ കാര്യമായൊന്നും ഉണ്ടായിരുന്നില്ലതാനും. കോൺഗ്രസിനെയും പ്രതിപക്ഷ കക്ഷികളെയും കടന്നാക്രമിക്കാനും പ്രതിരോധത്തിലാക്കാനും ബിജെപി പരമാവധി ശ്രമിച്ചെങ്കിലും ഇതത്ര ഫലിച്ചില്ലെന്നാണ് പൊതുവിലയിരുത്തൽ. മൂന്നാം വട്ടവും എൻഡിഎ തന്നെ രാജ്യം ഭരിക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് അവകാശപ്പെട്ടത്. 2004 ഫലമായിരിക്കും 2024 ആവർത്തിക്കുകയെന്നാണ് ഇന്ത്യ സഖ്യം പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന 4 മോദിയുടെയും അമിത്ഷായുടെയും പണിയില്ലാതാകുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പരിഹസിച്ചതും ഏറെ ചർച്ചയായി. യഥാർത്ഥത്തിൽ ഇന്ത്യ ആരു ഭരിക്കും? ദീർഘനാളത്തെ ചോദ്യത്തിനും കാത്തിരിപ്പിനും വിരാമമാവുകയാണ്. മാർച്ച് 16 തുടങ്ങിയ 74 ദിവസം നീണ്ട പ്രചാരണത്തിന് ഇന്ന് തിരശ്ശീല വീണു. കഴിഞ്ഞ 20 വർഷത്തിനിടെയുള്ള ഏറ്റവും നീണ്ട പ്രചാരണ കാലമാണ് സമാപിച്ചത്. 57 മണ്ഡലങ്ങളിൽ ശനിയാഴ്ചയാണ് പോളിംഗ്. അവസാന ഘട്ടത്തിൽ പഞ്ചാബും ഹിമാചൽ പ്രദേശും ചണ്ഡീഗഡും വിധിയെഴുതും. യുപിയിലും ബംഗാളിലും ബീഹാറിലും ഝാർഖണ്ഡിലും ഒഡീഷയിലും അവശേഷിക്കുന്ന മണ്ഡലങ്ങളിലും അന്നാണ് പോളിംഗ്. തെക്കേ ഇന്ത്യയിലും കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബിജെപി പ്രതീക്ഷ പുലർത്തുന്നു. ഇവിടങ്ങളിൽ മേധാവിത്വം അവകാശപ്പെടുന്നുണ്ട്. തെലങ്കാനയിൽ 10 സീറ്റ്, കേരളത്തിൽ 2, 3, ആന്ധ്രയിലും തമിഴ്നാട്ടിലും മികച്ച മുന്നേറ്റം, ബംഗാളിൽ 30 വരെ, ഒഡീഷയിൽ 17 സീറ്റ് എന്നിങ്ങനെയാണ് അമിത്ഷായുടെ പ്രവചനം. ഇതിന്റെ കൂടി ചുവട് പിടിച്ചാണ് മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്ന് ബിജെപി ആവർത്തിക്കുന്നത്. അതേസമയം രാജസ്ഥാൻ, തെലങ്കാന, മഹാരാഷ്ട്ര, കർണാടക എന്നിവിടങ്ങളിൽ വൻ വിജയം നേടുമെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. 2004 സാഹചര്യം പോലെ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, അസം എന്നിവിടങ്ങളിൽ സീറ്റുകൾ വർദ്ധിക്കുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. ഉത്തർപ്രദേശിൽ SP കോൺഗ്രസ് സഖ്യം നേട്ടമുണ്ടാക്കുമെന്നും ബിജെപിക്ക് 2019 ലഭിച്ച 62 സീറ്റുകൾ ഇത്തവണ കിട്ടാൻ പോകില്ലെന്നും ഇവർ പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ. ഫലം വന്ന് 48 മണിക്കൂറിനകം പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് വക്താവുമായ ജയ്റാം രമേശ് അവകാശപ്പെട്ടു. സഖ്യത്തിൽ ഏറ്റവുമധികം സീറ്റുകൾ നേടുന്ന പാർട്ടി നേതൃത്വത്തിന് അവകാശിയാകുമെന്നും ജയ്റാം രമേശ് PTIക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇന്ത്യ സഖ്യം കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 272 സീറ്റുകൾക്ക് മുകളിൽ കടക്കുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള JDU, ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള TDP തുടങ്ങിയ NDA സഖ്യകക്ഷികൾ ഇന്ത്യ സഖ്യത്തിനൊപ്പം എത്തുമെന്ന് കോൺഗ്രസ് കരുതുന്നു. നായിഡു 2019 കോൺഗ്രസ് സഖ്യത്തിലായിരുന്നു. ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം ലഭിക്കുമ്പോൾ NDA സഖ്യത്തിലുള്ള ചില പാർട്ടികൾ ചേർന്നേക്കും. ഇതോടെ മോദിയും അമിത്ഷായും തൊഴിൽ രഹിതരാകുമെന്ന് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞിരുന്നു. ഇന്ത്യയിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ മാറ്റം വരുമെന്നാണ് പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനും സാമൂഹ്യ വിമർശകനുമായ ഡോക്ടർ പരക്കാല പ്രഭാകർ അഭിപ്രായപ്പെട്ടത്. തുടക്കത്തിൽ ബിജെപിക്ക് 220 മുതൽ 230 വരെ സീറ്റുകൾ കിട്ടുമെന്നായിരുന്നു കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ജീവിത പങ്കാളി കൂടിയായ പരക്കാല പ്രഭാകറുടെ വിലയിരുത്തൽ. എന്നാൽ ഇപ്പോൾ അദ്ദേഹം നിലപാട് മാറ്റി. ബിജെപിക്ക് 200 മുതൽ 220 വരെ സീറ്റുകളെ ലഭിക്കുകയുള്ളൂ എന്നാണ് അഭിപ്രായപ്പെടുന്നത്. ബിജെപിയുടെ സഖ്യകക്ഷികൾക്ക് 30 മുതൽ 40 സീറ്റുകൾ വരെ കിട്ടിയേക്കും. ആകെ NDA സഖ്യം 260 കടക്കില്ലെന്നാണ് പരക്കാല പ്രഭാകർ ആവർത്തിക്കുന്നത്. അതിനിടെ പ്രചാരണം സമാപിക്കും മുൻപേ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിനായി എത്തി. 45 മണിക്കൂർ നീളുന്ന ധ്യാനം ജൂൺ 1 അവസാനഘട്ട പോളിംഗ് കഴിയുന്നതോടെ അവസാനിപ്പിക്കും. മോദിയുടെ പരിപാടി ലക്ഷ്യം കാണുമോ? ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. അതിനു മുൻപേ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരും. മുൻ തെരഞ്ഞെടുപ്പുകളിൽ എക്സിറ്റ് പോളുകൾ ശരിയായത് ഇരു കൂട്ടർക്കും പ്രതീക്ഷ നൽകുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടന്ന ചില സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇത് ഫലിക്കാതെ പോയത് ആശങ്കയുമാണ്.